POK പാർട്ട് 2 ആണ്. സെക്ഷൻ 2 കഴിഞ്ഞ് ഇനി സെക്ഷൻ 3 ആണ്. പക്ഷേ ഞാൻ പറഞ്ഞത് സെക്ഷൻ 2-ൽ കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. മെത്തേഡ് ഓഫ് അഡ്രസ്സിങ്, ഫോറിൻ പോസ്റ്റിലെ മെത്തേഡ് ഓഫ് അഡ്രസ്സിങ് എന്ന് പറയുമ്പോഴത്തേക്കും ദ അഡ്രസ് ഷുഡ് ബി ഇൻക്ലൂഡ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആൻഡ് ഇൻ ദാറ്റ് ഓർഡർ. അഡ്രസ്സ് എന്ന് പറയുന്നത് താഴെ പറയുന്നത് പോലത്തുള്ള ആ ഓർഡറിൽ വേണം. ഒന്ന്, നെയിം ഓഫ് ദ അഡ്രസ്സിങ്. അടുത്തത് നമ്പർ ഓഫ് ദ ഹൗസ് ആൻഡ് നെയിം ഇഫ് എനി. പിന്നെ ഫ്ലാറ്റ് ഓർ അപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഫ്ലോർ നമ്പർ ആൻഡ് ബ്ലോക്ക് നമ്പർ ഇഫ് എനി. നാലാമത്തെ നെയിം ഓഫ് ദ സ്ട്രീറ്റ് ഓർ റോഡ് ഓർ നെയിം ഓഫ് ദ പ്ലേസ് ഓർ ലൊക്കാലിറ്റി. അഞ്ചെന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഓഫ് ഡെലിവറി. പിന്നെ ദ ഡെലിവറി സോൺ നമ്പർ അല്ലെങ്കിൽ ഇത് പോസ്റ്റൽ കോഡ് നമ്പർ. പിന്നെ അടുത്തത് നെയിം ഓഫ് ദ പ്രൊവിൻസ്, സ്റ്റേറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്. ഏഴാമത്തെയാണ് നെയിം ഓഫ് ദ കൺട്രി വരുന്നത്. അപ്പോൾ അഡ്രസ്സിൻ്റെ പേര്, വീട്, ഫ്ലാറ്റ്, സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ് ഓഫ് ഡെലിവറി, ഡെലിവറി സോൺ നമ്പർ, സ്റ്റേറ്റ്, കൺട്രി. അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ പോകുന്നത്. ദ ടൗൺ ആൻഡ് ദ കൺട്രി ഷുഡ് ബി ഇൻഡിക്കേറ്റഡ് ഇൻ ബ്ലോക്ക് ക്യാപിറ്റൽസ്. അതായത് ടൗണിൻ്റെ പേര്, കൺട്രിയുടെ പേര്, ഇത് രണ്ടും ബ്ലോക്ക് ലെറ്റേഴ്സിൽ വേണം എഴുതാനായിട്ട്. All the particulars should be in Roman letters with Arabic numerals. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും റോമൻ ലെറ്റേഴ്സിലും അറബിക് ന്യൂമറൽസിലും വേണം എഴുതാനായിട്ട്. അത് POK പാർട്ട് 1-ലും പറയുന്നുണ്ട്. അത് ഫോറിനിലേക്ക് ലെറ്റർ അയക്കുമ്പോഴത്തേക്കും നമ്മൾ അഡ്രസ്സ് എഴുതേണ്ടത് റോമൻ ലെറ്റേഴ്സിലും അറബിക് ന്യൂമറൽസിലും ആയിരിക്കണം. എന്നിട്ട് ഇതെല്ലാം എഴുതേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡ് ലെങ്ത് വൈസ് ആണ് എഴുതേണ്ടത്. പിന്നെ പറയുന്നത് സെൻറ്റേഴ്സ് അഡ്രസ് എഴുതേണ്ടത് എവിടെ? ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലാണ് സെൻറ്റേഴ്സ് അഡ്രസ്സ് എഴുതേണ്ടത്. TLHC എന്നങ്ങനെ ഓർത്ത് വെച്ചേക്കണം. പിന്നെ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ഓർ ഫ്രാങ്കിങ് ഇംപ്രഷൻ ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിലാണ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ അല്ലെങ്കിൽ ഫ്രാങ്കിങ് ഇംപ്രഷനൊക്കെ പതിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ആ മെത്തേഡ് ഓഫ് അഡ്രസ്സിങ് എന്ന പോർഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമൊക്കെ കഴിഞ്ഞു. അടുത്തത് മാനർ ഓഫ് പ്രീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ആണ്. ഇതെല്ലാം സെക്ഷൻ 2-ൽ വരുന്നതാണ്, സെക്ഷൻ 3-ലല്ല. ഞാനത് പറഞ്ഞു പോവാണ്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് പോസ്റ്റേജ് ചെയ്യാൻ പറ്റുന്നത്, പ്രീപേയ്മെൻറ്റ് ഓഫ് പോസ്റ്റേജ് ചെയ്യാൻ പറ്റുന്നത്? മീൻസ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, പോസ്റ്റേജ് സ്റ്റാമ്പ് വഴി. പിന്നെ ഇംപ്രഷൻസ് ഓഫ് ഫ്രാങ്കിങ് മെഷീൻ്റെ ഇംപ്രഷൻ വഴി. Postage may be prepaid in cash at certain important post offices, specially authorized for this purpose. നമ്മൾ POK പാർട്ട് 1-ൽ, അതായത് ഇൻലാൻഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പ്രീപേയ്മെൻറ്റ് ഓഫ് പ്രീപെയ്ഡ് ഇൻ ക്യാഷ് വഴി നമുക്ക് പോസ്റ്റേജ് പ്രീപേയ്മെൻറ്റ് ചെയ്യാം. പക്ഷേ സെർട്ടൻ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓഫീസിന് മാത്രമേ അത് പറ്റുകയുള്ളൂ ആ സൗകര്യം. പിന്നീട് പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. സെൻറ്റേഴ്സ് ഡിസൈഡ് ടു പോസ്റ്റ് എ ലാർജ് നമ്പർ ഓഫ് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പാക്കറ്റ്സ് ലാർജ് നമ്പറിൽ പോസ്റ്റ് ചെയ്യാൻ മാത്രമാണ് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് 500 പാക്കറ്റ്സ് ഇൻ ബിഗ് സിറ്റീസിലാകുമ്പോഴത്തേക്ക് മിനിമം 500 പാക്കറ്റ്സ് ഉണ്ടാവണം. ആൻഡ് 250 ഇൻ സ്മോൾ ടൗൺസ് will have to be posted at a time for availing this facility. ഒറ്റത്തവണ വലിയ സിറ്റിയിലാണ് 500 പാക്കറ്റ്സ്, ചെറിയ സിറ്റിയിലാകുമ്പോഴത്തേക്ക് 250 പാക്കറ്റ്സ് ഒറ്റത്തവണ പോസ്റ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ പ്രീപേയ്മെൻറ്റിന് ക്യാഷ് അനുവദിക്കത്തുള്ളൂ. ഇതെല്ലാം POK പാർട്ട് 1-ൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും സെക്ഷൻ 2-ൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി സെക്ഷൻ 3-ലേക്ക് പോവാം. സെക്ഷൻ 3 എന്ന് പറയുന്നത് ഈ POK പാർട്ട് 2 പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ സെക്ഷൻസ് തിരിച്ച് പഠിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പാഠം 1, പാഠം 2, പാഠം 3 ഇങ്ങനെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓരോന്നും ഓരോ ഏരിയ കവർ ചെയ്യുന്നതാണ്, ഒരു പ്രത്യേക സ്വഭാവം പുലർത്തുന്നതാണ്. ഇതിനകത്ത് സെക്ഷൻ 3 എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടീഷൻസ് റിലേറ്റിംഗ് ടു വേരിയസ് ക്ലാസസ് ഓഫ് ലെറ്റർ പോസ്റ്റ് ഐറ്റംസ്. നമ്മൾ ഫോറിൻ പോസ്റ്റിൽ ലെറ്റർ പോസ്റ്റ്, പാഴ്സൽ പോസ്റ്റ് ഇങ്ങനെ 2 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനകത്ത് തന്നെ ലെറ്റർ പോസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതിനകത്ത് എത്രയൊക്കെ ക്ലാസ്സുകളുണ്ട്? POK പാർട്ട് 1-നകത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ലെറ്ററുകൾ, പോസ്റ്റ് കാർഡ്, ലെറ്റർ കാർഡ്, അങ്ങനെ പാക്കറ്റ്. അപ്പോൾ അതുപോലെ ഫോറിൻ പോസ്റ്റിൻ്റെ കേസിൽ ലെറ്റർ പോസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസസ് ഓഫ് ആർട്ടിക്കിൾസിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ലെറ്റേഴ്സ് ഉണ്ട്, പോസ്റ്റ് കാർഡുണ്ട്,
പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഉണ്ട്, സ്മാൾ പാക്കറ്റ്സ് ഉണ്ട്, ലിറ്ററേച്ചർ ഫോർ ദ ബ്ലൈൻഡ് ഉണ്ട്. അങ്ങനെ 5 ടൈപ്പാണ് പറഞ്ഞു പോകുന്നത്. ആദ്യത്തേത് ലെറ്റേഴ്സാണ്. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മസ് ദ കാറ്റഗറി ചാർജ്ഡ് അറ്റ് ദ ഹയസ്റ്റ് റേറ്റ്സ് നോ സ്പെഷ്യൽ റെസ്ട്രിക്ഷൻസ് ആർ ആപ്ലിക്കബിൾ ടു ദ നേച്ചർ ഓഫ് കണ്ടൻസ് ഓഫ് ലെറ്റേഴ്സ് എക്സെപ്റ്റ് ഫോർ ദ ജനറൽ പ്രൊഹിബിഷൻസ് എന്യൂമറേറ്റഡ് ഇൻ സെക്ഷൻ 10 ആൻഡ് ദ ഫോളോയിങ്. അതായത് ഇതിനകത്ത് ഫോറിൻ പോസ്റ്റൽ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വലിയ റെസ്ട്രിക്ഷൻസ്, സ്പെഷ്യൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കാരണം അത് റേറ്റ് കൂടുതലായതുകൊണ്ട്, അതിന് പോകാൻ റേറ്റ് കൂടുതൽ മേടിക്കുന്നതുകൊണ്ട് ജനറൽ പ്രൊഹിബിഷൻസ് ഒഴിച്ച് ബാക്കി സ്പെഷ്യലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതിനകത്ത് ഇമ്പോസ് ചെയ്യപ്പെടത്തില്ല. ജനറൽ പ്രൊഹിബിഷൻസ് പറയുമ്പോഴത്തേക്ക് ഈ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കുക, പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുക, പിന്നെ ഈ ലീഗലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുക, ഇങ്ങനെയുള്ള ജനറൽ പ്രൊഹിബിഷൻസ് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള സ്പെഷ്യൽ പ്രൊഹിബിഷൻസ് ഒന്നും ലെറ്ററിനകത്ത് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത്. കാരണം പറയുന്നത് ഹൈ റേറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നൊരു സർവീസ് ആയതുകൊണ്ടെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് പേഴ്സണൽ കറസ്പോണ്ടൻസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പേഴ്സൺ അതർ ദാൻ ദ സെൻഡർ ആൻഡ് ദ അഡ്രസ്സി ഓഫ് ദ ആർട്ടിക്കിൾ ഓർ പേഴ്സൺസ് ലിവിംഗ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ബോണഫൈഡ് ഗസ്റ്റ്സ്. അതായത് ഈ ലെറ്ററിനകത്ത് പറയുമ്പോഴത്തേക്കും ലെറ്ററിനകത്ത് പേഴ്സണൽ കറസ്പോണ്ടൻസ് ആവാം, അത് ആ സെൻഡറും റിസീവറും ബന്ധപ്പെടുത്തിയുള്ള പേഴ്സണൽ കറസ്പോണ്ടൻസ് ആവണം. വേറൊരു തേർഡ് പാർട്ടിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള പേഴ്സണൽ കറസ്പോണ്ടൻസ് ഒന്നും ലെറ്ററിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഇൻഫ്രിഞ്ചിങ് ദിസ് കണ്ടീഷൻ വിൽ നോട്ട് ബി ഫോർവേഡഡ് to the destination but return to the sender, each such document being treated as unpaid letter and charged double the postage at inland rate. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ഔട്ട്വാർഡ് ആർട്ടിക്കിൾസ്, നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ആർട്ടിക്കിളിനകത്ത് ഇങ്ങനൊരു സംഭവം കണ്ടെത്തി, ഇതിൽ ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഒരു തേർഡ് പാർട്ടിയെ ഉദ്ദേശിക്കുന്ന ലെറ്റർ ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്, പേഴ്സണൽ കറസ്പോണ്ടൻസ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് അയക്കില്ല, റിട്ടേൺ ടു സെൻഡർ. മാത്രമല്ല അൺപെയ്ഡ് ലെറ്ററായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഡബിൾ ദ പോസ്റ്റേജ് ഇല്ലാൻഡ് റേറ്റിൽ വാങ്ങും. ഇല്ലാൻഡ് എന്ന് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാൻഡ് ഫോറിൻ ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്കും, ഇതിപ്പോൾ ഔട്ട്വാർഡാണ് പറഞ്ഞത്, അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ലെറ്ററിൽ ക്രമക്കേട് കണ്ടെത്തിയ, ഇനി ഫോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ലെറ്ററിൽ ഇതുപോലെ ക്രമക്കേട് കണ്ടെത്തിയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് inward foreign articles infringing this condition double the postage at international rates will be charged on each individual document. അതായത് അങ്ങനെ എത്ര ഡോക്യുമെൻ്റ് അതിനകത്ത് ഇതുപോലെ ആ ലാ തെറ്റിച്ചിരിപ്പുണ്ടോ അതിന് ഓരോന്നിനും ഡബിൾ ദ ഡെഫിഷ്യൻസി മേടിക്കും. ഏതിന്? ഇൻ്റർനാഷണൽ റേറ്റ് അനുസരിച്ച്. ഔട്ട്വേർഡ് ആകുമ്പോഴത്തേക്ക് ഇൻലാൻഡ് റേറ്റ് അനുസരിച്ച് ഡബിൾ ദ ഡെഫിഷ്യൻസി മേടിക്കും. ഇപ്പോൾ അവിടെ ഫോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ലെറ്റർ ആണെങ്കിൽ ഇൻ്റർനാഷണൽ റേറ്റ് അനുസരിച്ച് ഡെലിവറിക്ക് മുന്നേ അഡ്രസ്സിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡബിൾ ദ ഡെഫിഷ്യൻസി തുക മേടിക്കും. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ആർട്ടിക്കിൾസ് ലയബിൾ ടു കസ്റ്റംസ് ഡ്യൂട്ടി എക്സെപ്റ്റ് ദോസ് അഡ്രസ്ഡ് ടു ദ കൺട്രീസ് വിച്ച് അലോ ഇൻക്ലൂഷൻ ഓഫ് ഡ്യൂട്ടിബിൾ ആർട്ടിക്കിൾസ് ഇൻ ലെറ്റേഴ്സ്. അതായത് ചില ലെറ്റേഴ്സിനകത്ത് ഈ കസ്റ്റംസ് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കസ്റ്റംസ് എക്സാമിനേഷന് ഹാജരാക്കണം. ചില കൺട്രികൾ എന്നാൽ ഈ ഡ്യൂട്ടിയൽ ആർട്ടിക്കിൾസ് അനുവദിക്കുന്നുണ്ട് ഈ ലെറ്റേഴ്സിനകത്ത്. ചില കൺട്രികൾ രജിസ്റ്റേർഡ് ലെറ്ററായിട്ട് മാത്രമേ ഡ്യൂട്ടിയൽ ഗുഡ്സ് അയക്കാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഓർഡിനറി ലെറ്ററായിട്ട് ഈ ഡ്യൂട്ടിബിൾ ഗുഡ്സ് അയക്കാൻ പാടില്ലെന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്. അതാണ് ഇപ്പം അടുത്തൊരു പോയിൻ്റായിട്ട് പറഞ്ഞത്. കസ്റ്റംസ് ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾസ് ലയബിൾ ടു കസ്റ്റംസ് ഡ്യൂട്ടി എക്സെപ്റ്റ് ദോസ് അഡ്രസ്ഡ് ടു ദ കൺട്രീസ് വിച്ച് അലോ ഇൻക്ലൂഷൻ ഓഫ് ഡ്യൂട്ടിബിൾ ആർട്ടിക്കിൾസ് ഇൻ ലെറ്റേഴ്സ്. അടുത്തത് ഫോർമാറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഫോർമാറ്റ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ POG പാർട്ട് 1 ലെറ്റർ പഠിച്ചില്ലേ, അതുപോലെ ഇതിലും പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറയാണ്, ഇത് ഇപ്പം ഇതിനകത്ത് ഈ POG പാർട്ട് 1 ഓരോ ഡേറ്റകളുണ്ട്, ഇതുപോലെ ഡയമെൻഷനും കാര്യങ്ങളും. ഇപ്പോൾ POG പാർട്ട് 2 വരുവാണ്. അപ്പം ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു POG പാർട്ട് 1 ഒരുപാട് തവണ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകും. അതാണ് നമ്മൾ ഈ എക്സാമിലുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. സംഭവങ്ങൾ ഈസിയാണ്, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് ഡേറ്റകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളത് റിവിഷൻ്റെ അഭാവം മൂലം മറന്നു പോകും, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അതുകൊണ്ട് റിവിഷൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഫോർമാറ്റ് ആൻഡ് ഡയമെൻഷനാണ്. അപ്പോൾ ഇത് പറയുന്നത്
മാക്സിമം ലെറ്ററിൻ്റെ മാക്സിമം ഡയമെൻഷൻ പറയുകയാണ്. മാക്സിമം പറയും, മിനിമം പറയുമല്ലോ ഡയമെൻഷൻ പറയുമ്പോഴത്തേക്ക്. ഇത്രയാണ് കൂടുതൽ, ഇത്രയാണ് കുറവ്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. അതുപോലെ മാക്സിമം എന്ന് പറയുന്നത് സം ഓഫ് ദ ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് ഓഫ് എ ലെറ്റർ ഷുഡ് നോട്ട് എക്സീഡ് 900 millimeter ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 600 millimeter. അതായത് ലെങ്ത് പ്ലസ് വിഡ്ത്ത് പ്ലസ് ഡെപ്ത്ത് കൂട്ടുമ്പോഴത്തേക്കും 900 millimeter കൂടരുത്. ആൻഡ് ഏറ്റവും വലിയ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ലെങ്ത് ആയിക്കോട്ടെ വിഡ്ത്ത് ആയിക്കോട്ടെ ഡെപ്ത് ആയിക്കോട്ടെ, ഏറ്റവും വലിയ ഡയമെൻഷൻ എന്ന് പറയുന്നത് 600 millimeter കൂടരുത്. അതാണ് മാക്സിമം ലിമിറ്റ്. ഇത് സാധാരണ ഒരു ലെറ്റർ ഫോമിലിരിക്കുമ്പോഴുള്ള കേസ്. ഇത് റോൾ ഫോമിലും പറയുന്നുണ്ട്. ഇൻ റോൾ ഫോം ദ സം ഓഫ് ലെങ്ത് ആൻഡ് ട്വൈസ് ദ ഡയമീറ്റർ ഷുഡ് നോട്ട് എക്സീഡ് 1040 millimeter ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഷുഡ് നോട്ട് എക്സീഡ് 900 millimeter. അതായത് റോൾ ഫോമിലായിരിക്കുമ്പോഴത്തേക്കും ലെങ്തിൻ്റെയും ട്വൈസ് ദ ഡയമീറ്റർ ഇൻറ്റു 2 ലെങ്ത് പ്ലസ് 2 ഇൻറ്റു ഡി, അത് 1040 millimeter കൂടരുത്. പിന്നെ ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ 900 millimeter കൂടരുത്. അപ്പോൾ ഇതാണ് റോൾ ഫോമിൽ ഇരിക്കുമ്പോഴുള്ള മാക്സിമം ഡയമെൻഷൻ ഓഫ് ലെറ്റർ. അടുത്തത് മിനിമത്തിൻ്റെ കേസാണ് പറയുന്നത്. കുറഞ്ഞ എത്ര ആവാം? എ ലെറ്റർ ഷുഡ് ഹാവ് എ സർഫസ് മെഷറിംഗ് നോട്ട് ലെസ് ദാൻ 90 × 140 millimeter. ഇനി റോൾ ഫോമിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കും സം ഓഫ് ദ ലെങ്ത് ആൻഡ് ട്വൈസ് ദ ഡയമീറ്റർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 170 millimeter ബട്ട് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 100 millimeter. അതായത് റോൾ ഫോമിലാകുമ്പോഴത്തേക്കും ലെങ്തിൻ്റെയും 2 ഇൻറ്റു ഡി ഡയമീറ്ററിൻ്റെ ഇരട്ടിയുടെയും തുകയെന്ന് പറയുന്നത് 170 millimeter കുറയരുത്. ബട്ട് ദ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ, ഏറ്റവും കൂടിയ ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 millimeter കുറയരുത്. ഇത് ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നെങ്കിലും ഇത് നിങ്ങൾ പറഞ്ഞ് കേട്ട് ശ്രദ്ധിച്ചിട്ട് അതൊരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുമ്പോഴത്തേക്കും സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണെന്ന് മനസ്സിലാവും. അത് പറയുമ്പോഴാണ് അത് കൺഫ്യൂസ്ഡ് ആകുന്നത്. അത് ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോഴത്തേക്കും സിമ്പിളായിക്കോളും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ മാക്സിമം ഇത്ര വേണം, കുറഞ്ഞത് ഇത്ര വേണം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓട്ടോമാറ്റിക് ഈ സോർട്ടിംഗ് മെഷീൻസ് ഉണ്ട്, AMPC, ഓട്ടോമാറ്റിക് മെയിൽ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സിനകത്ത് സോർട്ടിംഗ് മെഷീൻ വെച്ചാണ് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെറ്റർ ഈ പറയുന്ന ഒരു അളവിലിരിക്കുകയാണെങ്കിൽ ഈ മെഷീൻ വഴി പെട്ടെന്ന് നമുക്ക് സോർട്ട് ചെയ്യാം. കാരണം സോർട്ട് ചെയ്യുന്നത് മെഷീനായിരിക്കുമ്പോഴത്തെ അതിന് വിവേക ബുദ്ധി ഇല്ലല്ലോ. അപ്പോൾ അതിന് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അളവ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സൈസ് ഉണ്ട്. അപ്പോൾ ആ സൈസിൽ ഈ ലെറ്റർ വരുമ്പോഴത്തേക്കും അതിനെ പെട്ടെന്ന് ആ മെഷീനെ സോർട്ട് ചെയ്ത് വിടാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഈ ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ആസ് സ്റ്റാൻഡേർഡ് എൻവലപ്സ് ആണ് ഇതിന് പറയുന്നത്. ഈ കറക്റ്റ് ഇതേ ആകൃതിയിലുള്ള. അപ്പോൾ ഈ ഒരു ക്വിക്ക് ട്രാൻസ്മിഷനാണ്, ഈ സോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഡയമെൻഷന് ഇത്ര കൃത്യത പാലിക്കുന്നത്. അടുത്ത പറയുന്ന മാക്സിമം വെയിറ്റ്, ലെറ്റർ ഷുഡ് നോട്ട് എക്സീഡ് 2 kilogram ഇൻ വെയിറ്റ്. നേരത്തെ നമ്മൾ ഇല്ലാണ്ട് പറഞ്ഞ പോലെ 2 കിലോഗ്രാമിൽ കൂടുതൽ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്ത പെനാൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് പെനാൽറ്റി? റിട്ടേൺ ടു സെൻഡർ റിക്കവറിങ് ഫ്രം ഹിം എനി ചാർജസ് ദാറ്റ് മേ ബി ഡ്യൂ ഓൺ ദം. അതായത് തിരിച്ച് സെൻഡർക്ക് പോകും, എന്തെങ്കിലും അതിനകത്ത് ചാർജസ് മേടിക്കാണ്ട് ഏതാണ്ടെന്ന് മേടിക്കുകയും ചെയ്യും, ഡ്യൂ. അടുത്തത് പോസ്റ്റേജ്. അൺപെയ്ഡും ആൻഡ് ഇൻസഫിഷ്യൻ്റ് പെയ്ഡ് ലെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് പറയുന്നത്. 2 കണ്ടീഷനുണ്ട്. സർഫസ് മെയിലാണെങ്കിൽ അതിനകത്ത് ഇത്ര ഡ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്യേണ്ടത് ആരോ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ കൺട്രി, അത് എവിടെ നിന്നാണോ അയക്കുന്നത് ആ കൺട്രി മാർക്ക് ഇത്ര ഡ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സർഫസ് മെയിലാണെങ്കിൽ അയക്കുകയാണ് ചെയ്യുന്നത്. എയർ മെയിലാണെങ്കിൽ എയറായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ക്ലോസ് 16, അതായത് ഇനി വരുന്നുള്ള സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ തൽക്കാലം ഈ അൺപെയ്ഡ് ആൻഡ് ഇൻസഫിഷ്യൻ്റ് പെയ്ഡ് ലെറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും സർഫസ് മെയിലിൽ പോകുമ്പോഴത്തേക്കും ആ ഡ്യൂ അതിനകത്ത് മാർക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. ഫോർവേഡ് ടു ദെയർ ഡെസ്റ്റിനേഷൻ ടാക്സ്ഡ് വിത്ത് ദ ഡെഫിഷ്യൻസി. പിന്നെ അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ഇല്ലൻ ലെറ്റർ കാർഡ്സ് ഫോർ അഡ്രസ്സിങ് കമ്മ്യൂണിക്കേഷൻ ടു ഫോറിൻ കൺട്രീസ് ഈസ് നോട്ട് പെർമിസിബിൾ എക്സെപ്റ്റിംഗ് ഫോർ ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് നേപ്പാൾ. അതായത് ഇത് ചിലപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലൻ ലെറ്റർ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റത്തില്ല. അയക്കാം, എങ്ങോട്ടൊക്കെയാണ്? ഭൂട്ടാനിലോട്ട് അയക്കാം, ബംഗ്ലാദേശിലോട്ട് അയക്കാം, നേപ്പാളിലോട്ട് അയക്കാം.
പക്ഷെ മെയിൻ ചോദ്യം ഇതായിരിക്കത്തില്ല ചോദിക്കുന്നത്. ഇങ്ങനൊരു ഇഫ് എനി ആർട്ടിക്കിൾ ഈസ് പോസ്റ്റഡ്, ഇങ്ങനൊരു ഇല്ലൻ ലെറ്റർ കാർഡ് അയച്ചാൽ എന്താണ്, ഫോറിലോട്ട് അയച്ചാൽ എന്താണ് ആ നടപടി, അത് ചിലപ്പോൾ ചോദിക്കാൻ സാധനമുണ്ട്. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ലെറ്റർ ആൻഡ് ഡീൽഡ് വിത്ത് അക്കോർഡിംഗ്ലി. അപ്പോൾ അങ്ങനെ വിദേശ രാജ്യത്തോട് ഇല്ലൻ ലെറ്റർ കാർഡ് അയക്കുകയാണെങ്കിൽ അത് ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ലെറ്റർ ആയിട്ട് കണക്കാക്കി ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് ലെറ്റർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ലെറ്റേഴ്സ് എന്ന പോർഷൻ തീർന്നു. അടുത്തത് പോസ്റ്റ് കാർഡ്സിലോട്ട് പോകണം. പോസ്റ്റ് ഓഫീസ് ഇഷ്യൂസ് എയർമെയിൽ പോസ്റ്റ് കാർഡ്സ് ഫോർ ട്രാൻസ്മിഷൻ ടു ഫോറിൻ കൺട്രീസിലോട്ട് എയർമെയിൽ പോസ്റ്റ് കാർഡ് പോസ്റ്റ് ഓഫീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദ ഹെഡ് പോസ്റ്റ് കാർഡ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഫ്രണ്ട്, അതായത് അഡ്രസ് സൈഡ് ഓഫ് ദ പോസ്റ്റ് കാർഡ്. അഡ്രസ് സൈഡ് ഓഫ് ദ പോസ്റ്റ് കാർഡിൽ പോസ്റ്റ് കാർഡ് എന്ന് എഴുതിയിരിക്കണം. ദിസ് ഹെഡിങ് ഈസ് നോട്ട് ഒബ്ലിഗേറ്ററി ഇൻ ദ കേസ് ഓഫ് പിക്ചർ പോസ്റ്റ് കാർഡ്സ്. പിക്ചർ പോസ്റ്റ് കാർഡ്സിലാണെങ്കിൽ ആ ഒരു ഹെഡിങ് എഴുതണ്ട. കാരണം എന്താണ്, ഹെഡിങ് എഴുതുക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡിങ് എഴുതുന്നത് പറയുന്നത്. പിക്ചർ പോസ്റ്റ് കാർഡിൻ്റെ കേസിലാണ് ഹെഡിങ് എഴുതേണ്ട. അല്ലാത്ത പോസ്റ്റ് കാർഡിൽ പോസ്റ്റ് കാർഡ് എന്ന അഡ്രസ് സൈഡിൽ എഴുതണം. The reply post card service is not available in the foreign post except for Bhutan, Bangladesh and Nepal, for which Indian rights apply. അതായത് റിപ്ലൈ പോസ്റ്റ് കാർഡ് നമ്മൾ PO പാർട്ട് 1 പഠിച്ചായിരുന്നു. അതായത് ഒരു പോസ്റ്റ് കാർഡിനകത്ത് പകുതി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പോയിട്ട് അതിനകത്ത് റിസീവർക്ക് തിരിച്ചിങ്ങോട്ട് അയക്കാനുള്ള ഒരു കാർഡ് കൂടെ അതിനകത്ത് ഉണ്ടാവും. അത് റിപ്ലൈ പോസ്റ്റ് കാർഡ്. ആ സർവീസ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇല്ല എന്ന് പറയുന്നു. അതായത് ഫോറിൻ പോസ്റ്റിലില്ല, എക്സെപ്റ്റ് ഭൂട്ടാനും നേപ്പാൾ, ബംഗ്ലാദേശ് അങ്ങോട്ടുണ്ട്. അത് ഇൻലാൻഡ് അതിനകത്ത് അപ്ലൈ ആവുന്നത്. അങ്ങോട്ടുണ്ട്, പക്ഷേ അല്ലാത്തതൊന്നും ഈ റിപ്ലൈ പോസ്റ്റ് കാർഡ് സർവീസ് ഇല്ല. നേരത്തെ ഇല്ല ലെറ്റർ കാർഡിൻ്റെ കാര്യം ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പം ഈ റിപ്ലൈ പോസ്റ്റ് കാർഡ് സർവീസും ഇല്ലെന്ന് പറയുന്നു. ഇനി അടുത്ത പറയാനുള്ള ഡയമെൻഷനാണ്. ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈവറ്റ്ലി നമുക്ക് ഈ പോസ്റ്റ് കാർഡ് അയക്കുന്നത് പ്രൈവറ്റ്ലി മാനുഫാക്ചർ ചെയ്യാം. അത് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ പാലിക്കണം. അപ്പോൾ അതിൻ്റെ മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 105 × 148 മില്ലിമീറ്ററാണ്. മിനിമം എന്ന് പറയുന്നത് 90 × 140 മില്ലിമീറ്ററാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം, ഡയമെൻഷൻ്റെ കാര്യത്തിലേക്ക്. അടുത്ത അതർ കണ്ടീഷൻസ്, മറ്റുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് കാർഡ്സ് ഷുഡ് നോട്ട് ബി ഫോൾഡഡ്, കട്ട് ഓർ അൾട്ടേർഡ് ആൻഡ് ഷുഡ് ബി സെൻഡ് അൺഎൻക്ലോസ്ഡ്. അതായത് പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മടക്കരുത്, കട്ട് ചെയ്യരുത്, അൾട്ടർ ചെയ്യരുത്. ഷുഡ് ബി സെൻഡ് അൺഎൻക്ലോസ്ഡ്, അതായത് മൂടി അയക്കരുത്. കണ്ടന്റ് പുറത്ത് കാണത്തക്ക രീതിയിൽ വേണം, അല്ലെങ്കിൽ ആക്സസ് വായിക്കത്ത രീതിയിൽ വേണം. അൺഎൻക്ലോസ്ഡ് ആയിട്ട് വേണം അയക്കാനായിട്ട്. പിന്നെ സ്റ്റാമ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം പോസ്റ്റ് കാർഡിൻ്റെ ബാക്കിൽ വേണം ഒട്ടിക്കാനായിട്ട്. അങ്ങനൊരു കണ്ടീഷൻ പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് അതർ കണ്ടീഷൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റഡ് അസ് ലെറ്റേഴ്സ് ആൻഡ് പോസ്റ്റേജ് ടാക്സഡ് അക്കോർഡിംഗ്ലി, അതായത് ലെറ്ററായിട്ട് കൺസിഡർ ചെയ്യും. അൺപെയ്ഡ് ലെറ്റേഴ്സ് എങ്ങനെ ഡ്യൂ ചെയ്യുന്നു അതുപോലെ ഡ്യൂ അടിക്കും. അടുത്തത് പ്രിൻറ്റഡ് പേപ്പേഴ്സാണ്, മൂന്നാമത്തെ ടൈപ്പ്. The printed paper service in the foreign post corresponds to the book packet service in inland post with some variations in conditions. അതായത് ഫോറിൻ പോസ്റ്റിലെ പ്രിൻറ്റഡ് പേപ്പേഴ്സ് എന്ന സർവീസ് എന്ന് പറയുന്നത് ഇൻലാൻഡ് പോസ്റ്റിലെ ബുക്ക് പാക്കറ്റ് എന്ന സർവീസ് തന്നെയാണ്. കണ്ടീഷനിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബുക്ക് പാക്കറ്റിൻ്റെ കേസിൽ 4 കാറ്റഗറിയാണ് ഉള്ളതെങ്കിൽ ഇവിടെ ഈ പ്രിൻറ്റഡ് പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ 2 കാറ്റഗറിയേ ഉള്ളൂ. അതായത് ബുക്ക് പാക്കറ്റിൻ്റെ കേസിൽ ബുക്ക് പാക്കറ്റ് ഉണ്ട്, ബുക്ക് പാക്കറ്റ് കണ്ടെയ്നിങ് പ്രിൻറ്റഡ് ബുക്സ് ഉണ്ട്, ബുക്ക് പാക്കറ്റ് കണ്ടെയ്നിങ് പീരിയോഡിക്കൽസ് ഉണ്ട്, രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രിൻറ്റഡ് പേപ്പേഴ്സിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് 2 കാറ്റഗറിയേ ഉള്ളൂ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കും. ഒന്നെന്ന് പറയുന്നത് ഓർഡിനറിലി പ്രിൻറ്റഡ് പേപ്പേഴ്സ് ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ് രജിസ്റ്റേർഡ് അസ് സച്ച് വിത്ത് ഹെഡ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഓർഡിനറിലി പ്രിൻറ്റഡ് പേപ്പേഴ്സും ന്യൂസ് പേപ്പർ രജിസ്റ്റേർഡ് ആസ് സച്ച് വിത്ത് ഹെഡ് ഓഫ് എ സർക്കിൾ. ഇതാണ് ആ 2 ടൈപ്പ്. പിന്നെ പറയുന്നത് എന്തൊക്കെ അയക്കാം. ഐറ്റംസ് നോട്ട് അഡ്മിറ്റഡ് ഇൻ ദ ഇൻലാൻഡ് പോസ്റ്റ് ആസ് ബുക്ക് പാക്കറ്റ്സ് ആർ നോട്ട് അഡ്മിറ്റഡ് ആസ് പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഇൻ ഫോറിൻ പോസ്റ്റ്. അതായത് ബുക്ക് പാക്കറ്റിൻ്റെ കേസിൽ ഇൻലാൻഡ് പോസ്റ്റിൽ എന്തൊക്കെ സാധനങ്ങൾ അയച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഈ പ്രിൻറ്റഡ് പേപ്പേഴ്സിലും അയച്ചുകൂടാ എന്ന് തന്നെ. പിന്നെ ദ ഫോളോയിങ് ആർ ആൾസോ അഡ്മിറ്റഡ്
അറ്റ് പ്രിൻറ്റഡ് പേപ്പർ റേറ്റ്. പിന്നെ ബുക്ക് പാക്കറ്റ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അതിനകത്ത് പറഞ്ഞ് എന്തൊക്കെ അതിനകത്ത് വരുത്താം, ഇങ്ങനെ ഹോറോസ്കോപ്പ് അത് ഇത്. അതുപോലെ ഇതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ചുരുക്കുക, അത്രയധികം പോകുന്നില്ല. ഇതിനകത്ത് പറയുന്ന ലെറ്റേഴ്സ് ആൻഡ് പോസ്റ്റ് കാർഡ്സ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ പീപ്പിൾസ് ഓഫ് സ്കൂൾസ് പ്രൊവൈഡഡ് ദാറ്റ് ദീസ് ഐറ്റംസ് ആർ സെൻഡ് ത്രൂ ദ പ്രിൻസിപ്പൽസ് ഓഫ് ദ സ്കൂൾസ് കൺസേൺഡ്. അതായത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തമ്മിലുള്ള ലെറ്ററുകളും പോസ്റ്റ് കാർഡുകളും ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ അയക്കാം. പ്രിൻറ്റഡ് പേപ്പറായിട്ട് ലെറ്ററുകളും പോസ്റ്റ് കാർഡുകളും. പക്ഷേ അതെല്ലാം അയക്കുന്നത് ത്രൂ ദ പ്രിൻസിപ്പൽസ് ഓഫ് ദ ആ ഒരു സ്കൂളുകളുടെ പ്രിൻസിപ്പാൾ മുഖേനയായിരിക്കണം അവ അയക്കേണ്ടത്. പിന്നെ അടുത്തത് പറയുന്നത് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് വർക്ക്സ് ഓർ ഫോർ ന്യൂസ് പേപ്പേഴ്സിന് വേണ്ടിയുള്ള കൈയെഴുത്ത് പ്രതികളൊക്കെ അയക്കാം. പിന്നെ കറസ്പോണ്ടൻസ് കോഴ്സ് ബൈ സ്കൂളേഴ്സ്, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അവർക്ക് അതിലെ കുട്ടികൾക്ക് ആ സ്കൂൾ അയച്ചു കൊടുക്കുന്ന പുസ്തകങ്ങൾ, കുട്ടികൾ തിരിച്ചയച്ചു കൊടുക്കുന്ന എക്സസൈസുകൾ, അങ്ങനെ അതൊക്കെ പ്രിൻ്റ് പേപ്പേഴ്സായിട്ട് അയക്കാം. പിന്നെ മ്യൂസിക്കൽ സ്കോർസ് ഇൻ മാനസ്ക്രിപ്റ്റ്, ഈ മ്യൂസിക് ഇങ്ങനെ സിമ്പിൾ വഴി എഴുതുമല്ലോ, അങ്ങനെ ഒരു കയ്യെഴുത്ത് പ്രതി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പ്രിൻ്റഡ് പേപ്പേഴ്സായിട്ട് അയക്കാം. ഫോട്ടോ കോപ്പീസ് അയക്കാം, സെറോക്സ് അയക്കാം. ഇംപ്രഷൻസ് ഒബ്റ്റൈൻഡ് ബൈ മീൻസ് ഓഫ് കമ്പ്യൂട്ടർ പ്രിൻറ്റേഴ്സ്, കമ്പ്യൂട്ടർ പ്രിൻ്റർ ഉപയോഗിച്ചിട്ടുള്ള ഇംപ്രഷൻസ് ഒക്കെ നമുക്ക് പ്രിൻ്റഡ് പേപ്പേഴ്സായിട്ട് അയക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും അയക്കാവുന്ന കേസ് പറയാണ്. പിന്നെ അടുത്ത പറയുന്നത് ഇൻഡിക്കേഷൻ്റെ ബോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ അഡ്രസ് സൈഡ് ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണർ. അതായത് അഡ്രസ് സൈഡിൽ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലായിട്ട് ഈ പ്രിൻറ്റഡ് മാറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റഡ് മാറ്റർ അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ് എന്ന് ബോൾഡ് ലെറ്റേഴ്സ് എഴുതിയിരിക്കണം. പ്രിൻറ്റഡ് മാറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റഡ് മാറ്റർ അറ്റ് റെഡ്യൂസ്ഡ് റേറ്റ് ഇങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾ തമ്മിൽ തിരിഞ്ഞു വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സോർട്ട് ചെയ്ത് വിടുന്നവർക്ക് ഇതേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ എഴുതണം എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഇൻഡിക്കേഷൻ്റെ കാര്യം പറഞ്ഞ് ദ ഫോളോയിങ് കൻ നോട്ട് ബി ട്രാൻസ്മിറ്റഡ് അറ്റ് പ്രിൻറ്റഡ് പേപ്പർ റേറ്റ്. അതായത് താഴെ പറയുന്നവ പ്രിൻറ്റഡ് പേപ്പേഴ്സ് റേറ്റിൽ അയക്കാൻ പറ്റുന്നതല്ല. ഒന്നാമത്തെ പറയുന്നത് പേപ്പേഴ്സ് ഒബ്റ്റൈൻഡ് ബൈ മീൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ ഓഫ് എനി ടൈപ്പ്, ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തെടുത്ത പേപ്പറുകൾ അയക്കാൻ പറ്റത്തില്ല. കോപ്പീസ് ഒബ്റ്റൈൻഡ് ബൈ മീൻസ് ഓഫ് ട്രേസിങ്, അതായത് ഒരു പേപ്പർ വെച്ചിട്ട് എഴുതി താഴത്തെ പേപ്പറിൽ പതിപ്പിച്ചിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റത്തില്ല. പിന്നെ ഫിലിംസ് ആൻഡ് സൗണ്ട് ഓർ വീഡിയോ റെക്കോർഡിങ്, സിനിമകൾ, സൗണ്ട് റെക്കോർഡിങ്ങൾ, വീഡിയോ റെക്കോർഡിങ്ങൾ അതൊന്നും അയക്കാൻ പാടില്ലതല്ല. ഓട്ടോമാറ്റിക് ഡേറ്റ പ്രോസസ്സിംഗ് കാർഡ്സ്, ADP കാർഡ്സുകളൊന്നും അയക്കാൻ പറ്റത്തില്ല. പിന്നൊരു കണ്ടീഷൻ പറയുന്നത് പേഴ്സണൽ കറസ്പോണ്ടൻസ്, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, പിന്നെ പേപ്പർ റെപ്രസെൻറ്റിങ് എ മോണിറ്ററി വാല്യൂ, ഇതൊന്നും അയക്കാൻ പാടുള്ളതല്ല. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ രാവിലെ ഇരുന്ന് ഇതെന്താ അയച്ച വഴി അത് അയക്കാൻ പറ്റത്തില്ല, ഇത് അയക്കാൻ പറ്റുന്ന കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കും, ഈ ടൈപ്പുകളൊന്നും അയക്കാൻ പറ്റത്തില്ല എന്നൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അല്ല കുത്തിരുന്ന് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളിൻ്റെയും അലോ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളിൻ്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നൊരു പോയിന്റ് പറഞ്ഞത് സെവറൽ കോപ്പീസ് ഒബ്റ്റൈൻഡ് ബൈ അഡ്മിസിബിൾ പ്രോസസ് മേ ബി സെൻഡ് ടുഗദർ ഇൻ എ സിംഗിൾ ആർട്ടിക്കിൾ പ്രൊവൈഡഡ് ദേ ഡു നോട്ട് ബിയർ ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഡിഫറൻറ്റ് സെൻറ്റേഴ്സ് ആൻഡ് അഡ്രസ്സീസ്. അതായത് ഒരുപാട് കോപ്പികൾ ഇവരെ ഒരുമിച്ച് വെച്ചിട്ട് ഒരൊറ്റ ആർട്ടിക്കിളായിട്ട് അയക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റും. പക്ഷേ അതിനകത്തിരിക്കുന്ന ഒരുപാട് ആർട്ടിക്കിളുണ്ടല്ലോ, ആ ഒരുപാട് ആർട്ടിക്കിളും ഈ റിസീവറും സെൻറ്ററും തമ്മിലുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം. അല്ലാതെ ഇവിടുന്ന് ഒരാളിങ്ങനെ കുറേ ലെറ്റർ ഒരു കോപ്പീസ് എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ അയച്ചു വിട്ട് അവിടെ ചെന്നിട്ട് അയാൾ അതിങ്ങനെ എടുത്തിട്ട് കുറേ പേർക്ക് ഇങ്ങനെ വീതിച്ച് കൊടുക്കത്തക്ക രീതിയിൽ പല ആൾക്കാർക്ക് അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കല്യാണ കുറി അതൊക്കെ പ്രിൻറ്റഡ് പേപ്പേഴ്സായിട്ട് അനുവദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു നോട്ടായിട്ട് പറയുന്നത് പ്രിൻറ്റഡ് നോട്ടീസസ് ഫ്രം എഡിറ്റേഴ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് കാളിങ് ഓൺ ദ ഇൻഡിവിജ്വൽ. അതായത് ഈ പത്രങ്ങളുടെ ന്യൂസ് പേപ്പറുകൾ എഡിറ്റേഴ്സ് അവരുടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് അടയ്ക്കോ എന്നും പറഞ്ഞിട്ട് അയക്കുന്ന നോട്ടീസുകൾ വേണമെങ്കിൽ പ്രിൻറ്റഡ് പേപ്പേഴ്സായിട്ട് അയക്കാം.
ബട്ട് അങ്ങനെ അയക്കുമ്പോഴത്തേക്ക് കണ്ടീഷനുണ്ട്, ദേ ആർ ഹാൻഡഡ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് കൗണ്ടർ. പോസ്റ്റ് ഓഫീസ് കൗണ്ടറിൽ കൊണ്ടുവന്ന് അത് കൊടുക്കണം, അല്ലാതെ പോസ്റ്റ് ബോക്സിൽ നിന്ന് ഇട്ടുകൊണ്ടുപോകാൻ പറ്റത്തില്ല. ആൻഡ് ദ നമ്പർ അറ്റ്ലീസ്റ്റ് 20 ആർട്ടിക്കിൾസ് കണ്ടെയ്നിങ് പ്രിസൈസ്ലി ഐഡൻറ്റിക്കൽ കോപ്പീസ്. അതായത് മിനിമം 20 ആർട്ടിക്കിളെങ്കിലും വേണം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും പ്രിൻറ്റഡ് പേപ്പേഴ്സ് കഴിഞ്ഞു. പ്രിൻറ്റഡ് പേപ്പേഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റഡ് പേപ്പേഴ്സിലാദ്യത്തെ ടൈപ്പ് ഓർഡിനറി ടൈപ്പ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇനി രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ കാര്യം പറയണം. രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡിനറി പിയോഗേറ്റ് പാർട്ട് 1 ഇല്ലാതിൻ്റെ കേസിൽ അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന സർവീസ് പറഞ്ഞല്ല, അതിൻ്റെ റൂളൊക്കെ തന്നെയാണ് ഫോറിൻ പോസ്റ്റിലുള്ള രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൻ്റെ കാര്യത്തിൽ അപ്ലൈ ആവുന്നത്. പക്ഷേ ചെറിയ പോസ്റ്റ് റേറ്റിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ അതിലെ പ്രൊപ്പറേറ്ററോ മാനേജറോ പബ്ലിഷറോ ആയിട്ടുള്ള ആൾ ഇങ്ങനൊരു സർവീസ് ഫോറിൻ പോസ്റ്റിൽ വാങ്ങിക്കണമെങ്കിൽ പ്രത്യേക ലൈസൻസിന് അപ്ലൈ ചെയ്യണം. പ്രത്യേക ലൈസൻസ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇൻലാൻഡിൽ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഇൻലാൻഡിൽ അങ്ങനെ ഒരു സർവീസ് കിട്ടണമെങ്കിൽ ലൈസൻസ് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ലൈസൻസ് എടുക്കണം, അതിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനൊരു ലൈസൻസ് ഉള്ള ആളാണെന്ന് വെച്ചോ, ഇല്ലാത്ത ആളാണെന്നും വെച്ചോ. അപ്പോൾ ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ആ ലൈസൻസ് നമ്പർ വെച്ചിട്ട് ഇതിനകത്ത് പറ്റത്തില്ല, അയാൾക്ക് പ്രത്യേക ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ഡയമെൻഷനാണ്. ദ മാക്സിമം ആൻഡ് മിനിമം ഡയമെൻഷൻസ് ഫോർ പ്രിൻറ്റഡ് പേപ്പേഴ്സ് ആൻഡ് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് ആർ സെയിം ആസ് ഫോർ ലെറ്റേഴ്സ്. അതായത് സിമ്പിൾ അല്ലേ. അപ്പം ഇതിൻ്റെ മാക്സിമം മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് പ്രിൻറ്റഡ് പേപ്പേഴ്സിനും രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സിനും ലെറ്ററിനും സമമാണ്. പിന്നെ മാക്സിമം വെയിറ്റ്, അതായത് നോ പ്രിൻറ്റഡ് പേപ്പർ ഓർ രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പർ ഷുഡ് എക്സീഡ് 2 കിലോ കൂടരുത്. രണ്ടും പ്രിൻറ്റഡ് പേപ്പറും രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറും അതും ലെറ്ററിൻ്റെ തന്നെയാണ്. പ്രിൻറ്റഡ് പേപ്പേഴ്സ് കണ്ടെയ്നിങ് ഓൺലി ബുക്സ് ആൻഡ് പാംപ്ലെറ്റ്സ് മേ ബി സെൻഡ് അപ് ടു 5 kg. അതായത് ബുക്കുകളോ പാംപ്ലെറ്റുകളോ ഉൾപ്പെടുന്ന പ്രിൻറ്റഡ് പേപ്പറുകളാണെങ്കിൽ അത് 5 കിലോ വരെ അയക്കാം. അപ്പം അങ്ങനെ ഒരു വെയിറ്റിൻ്റെ കാര്യം പറയുന്നത്. അടുത്തത് പെനാൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. പാക്കറ്റ്സ് ഓഫ് പ്രിൻറ്റഡ് പേപ്പർ എന്തെങ്കിലും പെനാൽറ്റി കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് പെനാൽറ്റി എന്ന് പറയുന്നത് ഫോർവേഡ് ചെയ്യില്ല, റിട്ടേൺ ടു സെൻഡർ. പിന്നെ റിട്ടേൺ ടു സെൻഡർ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡബിൾ ദ ഡെഫിഷ്യൻസി മേടിക്കും. പിന്നെ പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഇൻ ഫോം ഓഫ് കാർഡ് രൂപത്തിൽ പ്രിൻറ്റഡ് പേപ്പേഴ്സ് അയച്ചിട്ട് അത് ഈ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ കൈകാര്യം ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രിൻറ്റഡ് പേപ്പേഴ്സ്. ഇനി അടുത്ത ഒരു സെക്ഷൻ പറയുകയാണ് ബൾക്ക് ബാഗ് സിസ്റ്റം അല്ലെങ്കിൽ ബാഗ്സ്. അത് ഈ PP ആയിട്ട് പ്രിൻറ്റഡ് പേപ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്, അതും കൂടെ പറയുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ ബാഗ്സ് അല്ലെങ്കിൽ ബൾക്ക് ബാഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ബാഗ്സ് എന്നാണ്. എന്ന് പറയുന്നത് ഈ പ്രിൻറ്റഡ് പേപ്പേഴ്സ് മാത്രം ഒരു എല്ലാം കൂടെ ഒരു കെട്ടിയിട്ട് ഒരൊറ്റ അഡ്രസ്സിലേക്ക് ഒരു കെട്ടി പോസ്റ്റ് ബാഗ് പോലെ അയക്കാവുന്നൊരു സർവീസാണിത്. ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് ഇന്ത്യയിലേക്കുള്ളൊക്കെ ഒക്കെ നമുക്ക് അയക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒറ്റ അഡ്രസ്സിൽ അയക്കാൻ പറ്റും. പിന്നെ ക്ലോസ് ടു എനേബിൾ ദ പോസ്റ്റ് ഓഫീസ് ടു ഇൻസ്പെക്ട്, അതായത് അതിനകത്ത് ആ ബാഗിനകത്തെ കണ്ടൻറ്റ് അഴിച്ച് പരിശോധിക്കത്ത രീതിയിൽ വേണം ആ ഒരു ബാഗ് കെട്ടി അയക്കേണ്ടതെന്ന് പറയുന്നു. അതിൻ്റെ മിനിമം വെയിറ്റ് 5 കിലോഗ്രാം, മാക്സിമം വെയിറ്റ് 30 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിനിമം ചാർജബിൾ വെയിറ്റ് 5 കിലോഗ്രാമാണ്. 1 കിലോഗ്രാം കൊണ്ടുവന്നാലും മിനിമം 5 കിലോഗ്രാമിൻ്റെ ചാർജ് ഈടാക്കുമെന്നർത്ഥം. പിന്നെ ഇതിൻ്റെ കഴുത്തിൽ ആ പോസ്റ്റ് ബാഗ് കെട്ടുമെന്ന് പറയുന്നത് അതിൻ്റെ കഴുത്തിലൊരു ലേബലിട്ട് കെട്ടണം. ആ ലേബൽ എന്ന് പറയുന്നത് 90 മില്ലിമീറ്റർ ഇൻറ്റു 140 മില്ലിമീറ്റർ സൈസിലുള്ള നോട്ട് സ്മോളർ ദാൻ, അതിൽ കുറയാതെ വലിപ്പത്തിലുള്ള ലേബൽ കഴുത്തിൽ കെട്ടണം. പിന്നെ അതിനകത്ത് എന്തൊക്കെ എഴുതണം? അതിനകത്ത് ഫുൾ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ അഡ്രസ്സി, പിന്നെ വെയിറ്റ് ഓഫ് ദ ബാഗ്, പിന്നെ കണ്ടൻസുകൾ, ഇതൊക്കെ ഇതിനകത്ത് എഴുതാനുള്ളതാണ്. സിമിലർ ലേബൽ ഷാൾ ബി പ്ലേസ് ഇൻസൈഡ് ദ ബാഗ്, അതേപോലെ ഒരു സെയിം ലേബൽ ഇതിൻ്റെ അകത്തും ഈ ബാഗിനകത്തും ഇടണമെന്ന് പറയുന്നു. ബൾക്ക് ബാഗ്സ് മേ ബി സെൻഡ് ഐദർ as അൺരജിസ്റ്റേർഡ് രജിസ്റ്റേർഡ്. ബൾക്ക് ബാഗുകൾ നമുക്ക് രജിസ്റ്റേർഡായിട്ടും അയക്കാം, അൺരജിസ്റ്റേർഡായിട്ടും അയക്കാം. ഇനി അടുത്തായിട്ട് പറയുന്ന ഈ ഒരു സർവീസ് കിട്ടാനുള്ളതുള്ള പരിപാടി എന്തൊക്കെയാണെന്നാണ്. ദ ആപ്ലിക്കേഷൻ ഫോർ ദ ബൾക്ക് ബാഗ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് ടു ദ ഹെഡ് ഓഫ് ദ സർക്കിൾ ത്രൂ ദ പോസ്റ്റ് ഓഫീസ് വേർ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് പോസ്റ്റ്. അതായത് ഇതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ഹെഡ് ഓഫ് ദ സർക്കിളിനാണ്. ഏത് വഴി? നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസ് വഴിയാണോ ബാഗ് അയക്കുന്നത് ആ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.
പിന്നെ ഹെഡ് ഓഫ് ദ സർക്കിൾ വിൽ ഡിസൈഡ് റിഗാർഡിങ് ദ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി. അപ്പോൾ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ജെന്യുവൻ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ദ സർക്കിൾ നമ്മുടെ ഈ ഒരു മാസത്തെ നമ്മുടെ ഈ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും, എത്രയൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ വെച്ച് കണക്ക് കൂട്ടിയിട്ട് ഒരു മാസത്തെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവിടെ അടച്ചു വെക്കാൻ പറയും. എന്നിട്ട് ലൈസൻസ് കൊടുക്കും, അയക്കാനുള്ള ലൈസൻസ് കൊടുക്കും, ലൈസൻസ് നമ്പറൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ദ സെൻറ്റർ ഓഫ് ദ സച്ച് ബാഗ്സ് വിൽ ദെൻ ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ഇൻ ക്യാഷ്. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് ക്യാഷ് ആയിട്ട് അയക്കാം. പിന്നെ അല്ലെങ്കിൽ ഇന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അക്കൗണ്ടായിട്ട് ഒക്കെ വെക്കാം. അല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആയിട്ട് പ്ലഡ്ജ് ടു ദ ഹെഡ് ഓഫ് ദ സർക്കിളിന് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വെക്കാം. ഓർ ബൈ എ ഗ്യാരണ്ടി ഫ്രം ദ എസ് ബി ഐ ബാങ്കിൽ നിന്നുള്ള ഗ്യാരണ്ടി ആയിട്ട് വെക്കാം. അങ്ങനെയൊക്കെ ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ട് വെക്കാമെന്ന് പറയുന്നു. After the security amount is deposited, the center will be issued a license issue ചെയ്യും, and he will be authorized to post such bags. പിന്നെ അയാൾക്ക് ബാഗുകൾ അയച്ചു തുടങ്ങാം. He will hand over the bags to the post office with an invoice in duplicate in the prescribed form. അതായത് അയാൾ ഈ പ്രിന്റഡ് പേപ്പേഴ്സ് എല്ലാം ബാഗിനകത്തിട്ട് കെട്ടി ഇൻവോയ്സ് കൊണ്ടുവരും. ഇൻവോയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ട്, ആർക്കൊക്കെയാണ്, എത്രയൊക്കെയാണ് എന്നൊക്കെയുള്ള ഇൻവോയ്സ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൊണ്ടുവരണം. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളിവിടെ ഒന്ന് മേടിച്ച് സൈൻ ചെയ്ത് അങ്കർക്ക് തന്നെ കൊടുക്കും, ആർക്ക് സെൻറ്റർക്ക് തന്നെ കൊടുക്കും. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഫയൽ ചെയ്ത് വെക്കും. എന്തോത്തിനാണ് ഫയൽ ചെയ്ത് വെക്കുന്നത്? കാരണം ഈ ഇൻവോയ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇയാൾക്ക് ബില്ല് കൊടുക്കുന്നത്. അടുത്ത പറയുന്ന ബില്ലിൻ്റെ കാര്യമാണ്. വിൽ ബി സെൻഡ് ടു ഹിം ഓൺ ദ 10th ഓഫ് ഈ സക്സീഡിങ്. അതായത് കഴിഞ്ഞ ഈ മാസത്തെ അയച്ചതിൻ്റെ എല്ലാ തുകയുടെ ബില്ല് അടുത്ത മാസം 10-ന് അയാൾക്ക് കൊടുക്കും. അയാൾ വിത്തിൻ 7 days ഡേറ്റ് അത് ആ ബില്ല് കിട്ടിയതിനൊക്കെ 7 ദിവസത്തിനുള്ളിൽ അത് അടയ്ക്കണം. അപ്പോൾ എല്ലാ മാസവും 10-ാം തീയതി ബില്ല് കൊടുക്കും. ആ കൊടുക്കുന്ന ബില്ലെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിലത്തെ മാസത്തെ ബില്ലാണ് കൊടുക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ അടയ്ക്കണം. ഇതൊക്കെ വേണം ഡാഷ് ഇട്ട് ചോദിക്കാം. ഇങ്ങനെ ബാഗ് ഡാഷ് ഇത്ര 10th കിട്ടും, അത് ഡാഷ് ഇട്ട് ചോദിക്കാം. ഇത്ര ദിവസം അടയ്ക്കണം. ഇപ്പോൾ 2 ഡാഷ് ഇട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്ന് 10th ഒന്ന് 7 days, അങ്ങനെ ഡാഷ് ഇട്ട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. അടുത്ത MT ബാഗ്സ് റിക്വയർഡ് ഫോർ പാക്കിംഗ് വിൽ ബി സപ്ലൈഡ് ബൈ. അതായത് MT ബാഗ്സുകൾ, ഈ പോസ്റ്റ് ബാഗുകൾ അയാൾക്ക് ഇഷ്ടമുള്ള ചാക്കെടുത്തും കെട്ടുവാണ്. അല്ല, അങ്ങനെയുള്ള ബാഗുകൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യും. Bags containing items to be submitted to customs examination must compulsory bear the green label C1 on the rectangular label tied around the neck of the bag. അതായത് കസ്റ്റംസ് ഡിക്ലറേഷൻ അല്ല, കസ്റ്റംസ് എക്സാമിനേഷന് പോകേണ്ട ആർട്ടിക്കിൾ അടങ്ങിയിട്ടുള്ള ഈ ബാഗുകളാണെങ്കിൽ അതിനകത്ത് നമ്മൾ കഴുത്തിലൊരു ലേബിൾ കിട്ടുമെന്ന് പറഞ്ഞു. അതിനകത്തിൽ ഈ CN 22ൻ്റെ ഒരു ലേബലൂടെ വേണമെന്ന് പറയുന്നു. When a bulk bag is received from a foreign country to address in India, the postmaster of the post office, അതായത് ഒരു ബൾക്ക് ബാഗ് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ, ആ വന്നിരിക്കുന്ന ബൾക്ക് ബാഗിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ ആ അഡ്രസ്സിലേക്ക് ഒരു ഇൻറ്റിമേഷൻ അയക്കും, നോട്ടീസ് അയക്കും, ഇങ്ങനൊരു ബൾക്ക് ബാഗ് വന്നിട്ടുണ്ട്. The address or any person authorized on his behalf shall produce a receipt duly signed and received. അതായത് ആ അഡ്രസ്സിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഗലായിട്ടുള്ള ഓതറൈസ് ചെയ്യപ്പെട്ടുള്ള പേഴ്സണോ വന്നിട്ട് സൈൻ ചെയ്ത് റിസിപ്റ്റൊക്കെ മേടിച്ച് സൈൻ ചെയ്ത് കൊടുത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് ബൾക്ക് ബാഗ് മേടിച്ചുകൊണ്ട് പോകും. അങ്ങ് വിട്ടു വെച്ചാൽ മതിയോ? അല്ല. He shall undertake to return the empty postal bags used for packing bulk within 3 days. അതായത് മേടിച്ചുകൊണ്ടുപോയ പ്രിന്റഡ് പേപ്പേഴ്സൊക്കെ എടുത്ത ശേഷം ആ MT ബാഗ് തിരിച്ച് 3 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്നു. ഇത്ര ഉള്ളപ്പോഴത്തേക്കും ബാഗ് തീർന്നു. ബാഗിൻ്റെ കേസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ അഡ്രസ്സിൽ അയക്കാവുന്നൊരു 8 പ്രിന്റഡ് പേപ്പേഴ്സ് ഒരു ബാഗ് കെട്ടി അയക്കുന്നു. മിനിമം 5 കിലോ, മാക്സിമം 30 കിലോ അൺരജിസ്റ്റേർഡായിട്ടും രജിസ്റ്റേർഡായിട്ടും അയക്കാം. പിന്നെ HOCക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ സർവീസ് നമ്മൾ മേടിക്കേണ്ടത്. ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റൊക്കെ കെട്ടിവെക്കണം. പിന്നെ നമ്മൾക്ക് ഓരോ 10-ാം മാസവും അതിൻ്റെ ബില്ല് വരും. അതിന് മുമ്പ് കഴിഞ്ഞ മാസത്തിൻ്റെയാണ് 10-ാം തീയതി വരുന്നത്. അത് നമ്മൾ 7 ഡേയ്സിനുള്ളിൽ അടയ്ക്കണം. പിന്നെ അതിനകത്ത് ലേബൽ കെട്ടണം, കഴുത്തിൽ ലേബൽ, ആ ബാഗിൻ്റെ കഴുത്തിൽ ലേബൽ കെട്ടണം, അതിനകത്തും ഒരു ലേബൽ ഇടണം. കസ്റ്റംസ് ഡിക്ലറേഷൻ്റെ കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ CN 22ൻ്റെ ലേബലൂടെ അതിനകത്ത് വെക്കണം. നെക്കിൻ ലേബലിൻ്റെ കൂടെ വെക്കണം. പിന്നെ പറയുന്നത്
എം ഡി ബാഗ് വരുമ്പോഴത്തേക്കും നമ്മൾ അത് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ എം ഡി ബാഗ് തിരിച്ച് പോസ്റ്റ് ഓഫീസിന് 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം. ഇത്ര ആകുമ്പോഴത്തേക്കും ബൾക്ക് ബാഗ് സിസ്റ്റം തീർന്നു. അടുത്തത് സ്മാൾ പാക്കറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്മാൾ പാക്കറ്റ് സർവീസ് ഇൻറ്റൻഡ് ടു എനേബിൾ ട്രാൻസ്മിഷൻ ഓഫ് സ്മാൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ബൈ ലെറ്റർ പോസ്റ്റ്. ഈ ലെറ്റർ പോസ്റ്റ് എന്ന ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഈ ചെറിയ ഗുഡ്സുകൾ, ചെറിയ ക്വാണ്ടിറ്റിയുള്ള ഗുഡ്സുകൾ കൈമാറ്റം ചെയ്യാനാണ് സ്മാൾ പാക്കറ്റ്സ് എന്ന സർവീസ് ഉള്ളത്. അതായത് ഗിഫ്റ്റുകൾ, പിന്നെ സെയിലബിൾ വാല്യൂ ഉള്ള ഐറ്റംസ്, പിന്നെ വ്യാപാരത്തിനുള്ള സാമ്പിളുകൾ, അതൊക്കെയാണ് നമ്മൾ സ്മാൾ പാക്കറ്റ്സ് സർവീസ് വഴി പോകുന്നത്. പിന്നെ പേഴ്സണൽ കറസ്പോണ്ടൻസ് ഒന്നും പാടില്ല, പിന്നെ പോസ്റ്റേജ് സ്റ്റാമ്പുകൾ പാടില്ല, പേപ്പർ റെപ്രസെൻറ്റിങ് എ മോണിറ്ററി വാല്യൂ, പിന്നെ ഇൻവോയ്സും ബില്ലൊക്കെ വെക്കാം, പിന്നെ ലീഗൽ ആൻഡ് കൊമേഴ്സ്യൽ ഡോക്യുമെൻറ്റ്സ് വെക്കാം, ഓൾഡ് കറസ്പോണ്ടൻസ്, അതായത് ഇതിനു മുമ്പ് അയച്ച കറസ്പോണ്ടൻസ് ഒന്നുകൂടെ വയ്ക്കുക, അങ്ങനെയുള്ള ഓൾഡ് കറസ്പോണ്ടൻസ് വയ്ക്കാം, ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സ് വയ്ക്കാം, പിന്നെ പ്രിൻറ്റഡ് പേപ്പേഴ്സിൽ അലൗഡ് ആയിട്ടുള്ള എല്ലാം ഈ സ്മാൾ പാക്കേഴ്സിനകത്ത് നമുക്ക് വയ്ക്കാം. ഗ്രാമഫോൺ റെക്കോർഡ്സ് വയ്ക്കാം, ടേപ്സുകൾ വയ്ക്കാം, പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ വെക്കാം. പക്ഷേ ഈ മാഗ്നറ്റിക് ടേപ്സുകൾ വെക്കാം, പക്ഷേ ഈ പേഴ്സണൽ കറസ്പോണ്ടൻസ് ഒന്നും അതിനകത്ത് പാടില്ല. അടുത്ത ഡയമെൻഷൻസ് ആണ്. ഈസിയാണ്. സ്മാൾ പാക്കറ്റ് ഷുഡ് കൺഫോം ടു ദ മാക്സിമം മിനിമം ഡയമെൻഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ലെറ്റേഴ്സിൻ്റെ പറഞ്ഞിരിക്കുന്ന മാക്സിമം മിനിമം ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. മാക്സിമം വെയിറ്റ് അടുത്തത്. ഈ സ്മാൾ പാക്കറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 2 കിലോഗ്രാം ഇൻ വെയിറ്റ്. സ്മാൾ പാക്കറ്റ് എന്ന് പറയുന്നത് 2 കിലോഗ്രാമിൽ കൂടരുത്. ഹൗവർ ഫോർ സെർട്ടൈൻ കൺട്രീസ് ദ ലിമിറ്റ് ഈസ് ഓൺലി 500 grams. പക്ഷേ ചില കൺട്രികളിൽ ലിമിറ്റ് എന്ന് പറയുന്നത് 500 ഗ്രാം മാത്രമാണ്. പിന്നെ അടുത്തത് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. ഈ പറഞ്ഞ ഡയമെൻഷൻസ് ഒക്കെ മാറിയിരിക്കുക, വെയിറ്റ് ഒക്കെ മാറിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഉത്തരം റിട്ടേൺ ടു സെൻറ്റർ എന്നാണ്. പിന്നെ ആൻഡ് വിൽ ബി ചാർജ് അറ്റ് ദ ഡബിൾ ഡിവിഷൻ സി എ റേറ്റ് ആപ്ലിക്കബിൾ ഇൻ ദ ഇൻലാൻഡ് പോസ്റ്റ് ഫോർ ദ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾ ആൻസറിംഗ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ലെറ്റർ ഓർ പാഴ്സൽ. അതായത് പോസ്റ്റേജ് വല്ല പോസ്റ്റേജിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ടു സെൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും ആ കണ്ടൻറ്റ് നോക്കും. അതിനകത്തുള്ള കണ്ടൻറ്റ് നോക്കിയിട്ട് അത് ലെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ലെറ്ററായിട്ട്, പാഴ്സലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാഴ്സലായിട്ട് അതിൻ്റെ ആ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡബിൾ ദ ഡെഫിഷ്യൻസി മേടിക്കും. അതായത് ലെറ്ററായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കണ്ടൻറ്റാണ് അടുത്തുള്ളെങ്കിൽ അത് ലെറ്ററിൻ്റെ കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ പാഴ്സലായിട്ട് കണക്കാക്കുന്ന പാഴ്സലിൻ്റെ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ ദ ഡെഫിഷ്യൻസി മേടിക്കും. അടുത്തത് അൺപെയ്ഡ് ആൻഡ് ഇൻസഫിഷ്യൻ്റ്ലി പെയ്ഡ് സ്മാൾ പാക്കറ്റ്സ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ കേസിൽ നോട്ട് ഫോർവേഡ് എന്നാണ് ഉത്തരം. പിന്നെ അതിനകത്ത് മറ്റെല്ലാം കറക്റ്റ്, പോസ്റ്റേജിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളെങ്കിൽ റിട്ടേൺ ടു സെൻറ്റർ അടിക്കും. റിട്ടേൺ ടു സെൻറ്റർ അടിച്ചിട്ട് അതിലില്ലാണ്ട് പാഴ്സലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഡി ഉണ്ടെങ്കിൽ സിംഗിൾ ഡെഫിഷ്യൻസി മേടിക്കും. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും സ്മാൾ പാക്കറ്റ്സും തീർന്നു. അടുത്തത് ലാസ്റ്റത്തത് ലിറ്ററേച്ചർ ഫോർ ദ ബ്ലൈൻഡ്. അതായത് ഇതിനെ ബ്ലൈൻഡ് ലിറ്ററേച്ചർ എന്നും പറയും, കേസോഗ്രാംസ് എന്നും പറയും. കേസോഗ്രാംസിൻ്റെ സ്പെല്ലിംഗ് CECOGRAMMES, കേസോഗ്രാംസ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻലാൻഡ് പോസ്റ്റിൻ്റെ കേസിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കണ്ടെയ്ൻ പേപ്പേഴ്സ് ഓഫ് എനി കൈൻഡ്, പീരിയോഡിക്കൽസ് ആവാം, ലെറ്റേഴ്സ് ആവാം, ബുക്ക് ആവാം, ഇംപ്രസ് ബ്രെയിലി ലീവിൽ ഇംപ്രസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് യൂസ്ഡ് ഫോർ ദ ബ്ലൈൻഡിന് വായിക്കാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ആവാം. സൗണ്ട് റെക്കോർഡിങ്സ് ഫോർ ലിറ്ററേച്ചർ, അതായത് ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് റെക്കോർഡിംഗ് ആവാം. പക്ഷേ അതിനകത്തൊരു കേസുണ്ട്, admitted only if they are sent by or addressed to an officially recognized institute for the blind. അതായത് ഒരു സൗണ്ട് റെക്കോർഡിങ് അത് ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് അയക്കാം. പക്ഷേ അങ്ങനെ അയക്കുമ്പോഴത്തേക്കും അഡ്രസ്സ് ഒന്നിൽ അയക്കുന്ന ആളോ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളോ റെക്കഗ്നൈസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് ആയിരിക്കണം. അതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഏതൊക്കെയാണ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ബ്ലൈൻഡ് എന്നുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഫ്രം ഒരാൾ അങ്ങനെ അതായിരിക്കണം, അല്ലാതെ ഈ റെക്കോർഡിങ് അയക്കാൻ പറ്റത്തില്ല. പിന്നെ ടൈറ്റിൽ, ടേബിൾ ഓഫ് കണ്ടൻസ് ഒക്കെ നമുക്ക് പേഴ്സണൽ കറസ്പോണ്ടൻസ് ഒന്നും പറ്റത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. ഏതായി ടൈറ്റിലൊക്കെ എഴുതാം നമുക്ക്. ടൈറ്റിൽ, ടേബിൾ ഓഫ് കണ്ടൻസ് അതൊക്കെ നമുക്ക് വെക്കാം. ബാക്കിയെല്ലാം ഈ ബ്രെയിലി ലിപിക്കും ബ്ലൈൻഡിലും ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. പോസ്റ്റേജ് സ്റ്റാമ്പുകൾ വെക്കാൻ പാടില്ല. പിന്നെ ഈ പേപ്പർ റെപ്രസെൻറ്റിങ് മോണിറ്ററി വാല്യൂ നേരത്തെ പറഞ്ഞാൽ അതൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഡയമെൻഷൻസ്, ലിറ്ററേച്ചർ ഫോർ ദ ബ്ലൈൻഡ് ഈസ് സബ്ജക്ട് ടു ദ സെയിം ലിമിറ്റ്സ് ഓഫ് ഡയമെൻഷൻ ആസ് ലെറ്റർ. സിമ്പിൾ, അതേ കാര്യം തന്നെ. ലെറ്ററിൻ്റെ അതേ ഡയമെൻഷനാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്.
മാക്സിമം വെയിറ്റ് നമ്മൾ ഇൻലാൻഡ് പോസ്റ്റിൽ പഠിച്ച കണക്ക് 7 kg ആണ് ഇതിൻ്റെ വെയിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഫീസിനകത്ത് നിന്ന് ഇളവ് ചെയ്യുന്നുണ്ടല്ലോ. ഇൻലാൻഡ് പോസ്റ്റിൽ പറയുമ്പോഴത്തേക്കും PO ഗേറ്റ് പാർട്ട് 1 പറയുമ്പോഴത്തേക്കും ഇവിടെ അത് തന്നെ ഉണ്ട്. സർഫസ് പോസ്റ്റിൽ പോസ്റ്റേജ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, രജിസ്ട്രേഷൻ ഫീ മേടിക്കത്തില്ല, അക്നോളജ്മെൻറ്റ് ഫീ മേടിക്കത്തില്ല, എൻക്വയറി ഫീയും മേടിക്കത്തില്ല. ഇനി പക്ഷേ എയറിൽ വഴി അയക്കണമെങ്കിൽ എയർ സർചാർജ് വാങ്ങിക്കണം. അതേ ഉള്ളൂ ആകെ വാങ്ങിക്കുന്നത്. ബാക്കി സർഫസ് പോസ്റ്റിലുള്ള പോസ്റ്റേജ് മേടിക്കത്തില്ല, രജിസ്ട്രേഷൻ ഫീ മേടിക്കത്തില്ല, അക്നോളജ്മെൻറ്റ് ഫീ മേടിക്കത്തില്ല, എൻക്വയറി ഫീ മേടിക്കത്തില്ല. എയർ വഴി ഈ അയക്കണമെങ്കിൽ എയർ സർചാർജ് വാങ്ങിക്കും. അടുത്തത് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ്. ബ്രീച്ച് ഓഫ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബ്ലൈൻഡിന് ഉള്ള കാര്യങ്ങളല്ലാതെ പേഴ്സണൽ കറസ്പോണ്ടൻസ് വരിക, പിന്നെ സ്റ്റാമ്പുകൾ ഒക്കെ ഉൾപ്പെട്ടിരിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നോട്ട് ബി ഫോർവേഡ് എന്നാണ് ഉത്തരം. ഫോർവേഡ് ചെയ്യത്തില്ല, റിട്ടേൺ ടു സെൻറ്റർ അടിക്കും. വിൽ ബി ചാർജ്ഡ് ഓൺ ഡെലിവറി വിത്ത് ദ ലെറ്റർ ഓർ പാഴ്സൽ പോസ്റ്റേജ്. പാഴ്സലാന്ന് നോക്കും, ലെറ്ററാന്ന് നോക്കും, ഏതാണോ അത് ഡെലിവറി സമയത്ത് ചാർജ് ചെയ്യും. അടുത്ത ഇൻറ്റേർണൽ പോസ്റ്റേജ്, ഇൻലാൻഡ് റേറ്റിലുള്ള പോസ്റ്റേജ് റേറ്റ് മേടിക്കും. ലെറ്ററിൻ്റെ ആണെങ്കിൽ ലെറ്ററിൻ്റെ മേടിക്കും, പാഴ്സലിൻ്റെ ആണെങ്കിൽ പാഴ്സലിൻ്റെ മേടിക്കും. അപ്പോൾ എത്രയാകുമ്പോഴത്തേക്കും ബ്രീച്ച് ഓഫ് കണ്ടീഷൻസ് കഴിഞ്ഞ് സെക്ഷൻ 3 കഴിഞ്ഞു. ഓക്കെ.